എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഞാനിന്നിവിടെ ഒരു അതിപ്രാധാന്യമായ ഒരു രീതി നമ്മൾ ധനസമ്പത്തിന് വേണ്ടി, നമ്മുടെ വീട്ടിൽ ധനം ഒഴിയാതിരിക്കാൻ വേണ്ടി, ധനം എപ്പോഴും നിറഞ്ഞ് കുമിഞ്ഞ് നിൽക്കാൻ വേണ്ടിയുള്ള ഒരു വിധിയാണിത്. ഇവിടെ ശ്രദ്ധിച്ചാൽ അറിയാം, അവിടെ ശ്രീചക്രമാണ്. ആ ശ്രീചക്രത്തിലൊരു നാളികേരം, മഞ്ഞ ഗണപതിയെയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഓരോ രാശിക്കാർക്ക് ഓരോ നിറത്തിലുള്ള ഗണപതിയെയാണ് വെക്കേണ്ടത്. ചിങ്ങം രാശിക്കാർക്ക് മഞ്ഞയാണ്, കന്നി രാശിക്കാർക്ക് മഞ്ഞയാണ്, തുലാം രാശിക്കാർക്ക് വെളുത്ത ഗണപതിയായിരിക്കണം, വൃശ്ചികം രാശിക്കാർക്ക് മഞ്ഞ ഗണപതി, ധനു രാശിക്കാർക്ക് വെളുപ്പ്, മകരം രാശിക്കാർക്ക് നീല ഗണപതിയുടെ കിട്ടുകയാണ്, നീലമണി ഗണപതിയെ വെക്കണം. കുംഭം രാശിക്കാർക്ക് വെളുത്ത ഗണപതി മാർബിളിലൊക്കെ കിട്ടും. മീനം രാശിക്കാർക്ക് നീലയാണ്, മേടം രാശിക്കാർക്കും നീലയാണ്, ഇടവം രാശിക്കാർക്ക് വെളുത്ത ഗണപതി, മിഥുനം രാശിക്കാർക്ക് നീല ഗണപതി, കർക്കിടകം രാശിക്കാർക്ക് മഞ്ഞ ഗണപതി. അപ്പം ഞാനിവിടെ മഞ്ഞ, അതായത് ബ്രാസ് പിത്തളയുടെ ഓടിൻ്റെ ഇതാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പം അത് മഞ്ഞ നിറവാണ്. ഇത് വെച്ചിട്ട് നമ്മൾ വീട്ടിൽ പൂജാമുറിയിൽ കന്നി രാശിയിൽ തെക്ക് പടിഞ്ഞാറ് വെച്ചിട്ട് നമ്മൾ എന്നും ഇതിന് ധൂപം, ചന്ദനത്തിരിയുടെ പുക ഇതിനെ കാണിക്കണം, പുഷ്പം വെക്കണം. എന്നിട്ട് നിങ്ങൾ മഹാലക്ഷ്മിയെ നന്നായിട്ട് പ്രാർത്ഥിക്കണം. കഴിയുന്നെങ്കിൽ ഇതിൽ കുങ്കുമം ചന്ദനമൊക്കെ വെക്കണം ശ്രീചക്രത്തിൽ. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ വീടുകളിൽ ധനം ഒരിക്കലും ഒഴിയില്ല, നമുക്ക് കടം വാങ്ങേണ്ടതായിട്ട് വരികയില്ല. ഇതൊക്കെ ആചാര്യന്മാർ വളരെ പ്രാധാന്യത്തോടുകൂടി പറഞ്ഞു തന്നിട്ട് ഉള്ള കാര്യങ്ങളാണ്. ഇത് ശ്രീചക്ര നാളികേര വിഘ്നേശ്വരനെ വെച്ചിട്ടുള്ള പൂജയാണ്. അപ്പോൾ ഇതെല്ലാവരും ചെയ്യുക. ഹരിയും ഹരിയും ഹരിയും.